എല്ലാവർക്കും നമസ്കാരം. ബൈജു മല്ലപ്പള്ളിയുടെ മറ്റൊരു കഥ. തുടക്കവും ഒടുക്കവും. മല്ലപ്പള്ളി കുന്നത്ത് വീട്ടിൽ വീണ്ടും ഉത്സവമേളത്തിൻ്റെ ആരവങ്ങൾ കേട്ടു തുടങ്ങി. ആനയും അമ്പാരിയും കെട്ടിയെഴുന്നള്ളിപ്പും ഒന്നുമില്ലെങ്കിലും ഒരു നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നാണുവൈദ്യൻ്റെയും നാണിയമ്മയുടെയും വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കണ്ണീരിൻ്റെയും ഉപ്പായ കുന്നത്ത് വീട്ടിൽ ആഘോഷങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നു. പക്ഷേ എൻ്റെ നെഞ്ചിൽ മാത്രം ഒരു പടപടപ്പ് എന്തോ അറിയില്ല. അണയാൻ പോകുന്ന ദീപത്തിൻ്റെ ആളിക്കത്തൽ അല്ലേ ഇതെന്ന് ഞാൻ സംശയിച്ചു പോയി. കാലം അതിന് ഉത്തരം നൽകട്ടെ. ഞങ്ങളുടെ കുലദൈവമായ ആയിരത്തമ്മയും തിരുമാലയുടെ അപ്പനും എല്ലാത്തിനും സാക്ഷിയായിരിക്കട്ടെ. ഇത് എഴുതുമ്പോൾ പോലും കണ്ണീരിൻ്റെ ഉപ്പ് കലർന്ന വെള്ളം എൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. പിതൃക്കന്മാരെ, യോഗീശ്വരന്മാരെ, പരദൈവങ്ങളെ, നാണുവൈദ്യൻ്റെ സന്തത പരമ്പരകളെ കാത്തുകൊള്ളണേ എന്ന പ്രാർത്ഥനയോടെ ഈ ഉത്സവത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും കഥ ഞാൻ പറയാം. നാണുവൈദ്യൻ്റെയും നാണിയമ്മയുടെയും മൂത്ത മകനായ കുട്ടപ്പൻ്റെ മകൾ പ്രഭാകുമാരിയുടെ വിവാഹമാണ്. കുട്ടപ്പൻ പേരപ്പൻ കുടുംബസമേതം ഇപ്പോൾ പാലായ്ക്കടുത്തുള്ള മൂഴൂർ എന്ന സ്ഥലത്താണ് താമസം. എനിക്ക് വളരെ ഇഷ്ടമാണ് മൂഴൂർ എന്ന സ്ഥലം. കാരണം മല്ലപ്പള്ളിയിൽ നിന്നും മണിക്കൂറുകളുടെ യാത്രയുണ്ട് പാലായിലെയും മൂഴൂരിലേക്ക്. എനിക്ക് യാത്രകളിൽ നിന്നും വളരെ ഇഷ്ടമുള്ളതാണ്. യാത്രകളെ എന്നെ വല്ലാതെ ഹരം കൊള്ളിക്കും. മല്ലപ്പള്ളിയിൽ നിന്നും കോട്ടയത്തേക്ക് ഒരു ബസ് യാത്ര, കോട്ടയത്തിൽ നിന്നും അയർക്കുന്നം വഴിയോ അല്ലെങ്കിൽ പാമ്പാടിയിൽ ഇറങ്ങി മറ്റൊരു ബസ് മാറിയോ ഒക്കെയാണ് മൂഴൂർ എത്തിച്ചേരുന്നത്. അതീവ സുന്ദരമായ ഒരു ഗ്രാമമാണ് മൂഴൂർ. റബ്ബർ തന്നെയാണ് പ്രധാന കാർഷിക വിളയും നാണ്യ വിളയും. മൂഴൂർ ടൗണിന് സമീപത്തോടെ ഒരു വലിയ തോടൊഴുകുന്നുണ്ട്. വേനൽക്കാലത്ത് അവിടെയാണ് അലക്കും കുളിയുമെല്ലാം. പ്രസന്ന ചേച്ചിയും പ്രഭചേച്ചിയും അവധിക്കാലത്ത് മല്ലപ്പള്ളിയിൽ നിന്നും എന്നെ മൂഴൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പ്രസന്ന ചേച്ചി കോട്ടയം CMS കോളേജിൽ സുവോളജി BSc ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. പ്രഭചേച്ചി പ്രീ പ്രൈമറി ട്രെയിനിങ്ങിലാണ്. ഒരിക്കൽ എന്നെയും കൊണ്ട് മൂഴൂരിലേക്ക് പോകുന്ന വഴി പ്രസന്ന ചേച്ചിക്ക് CMS കോളേജിൽ കയറേണ്ടി വന്നു. കൂടെ എന്നെ കണ്ടപ്പോൾ കല്യാണം കഴിഞ്ഞ് കൊച്ചൊക്കെ ആയല്ലോ എന്ന് ചേച്ചിയുടെ സഹപാഠികൾ ചേച്ചിയെ കളിയാക്കി ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ അന്നേ അത് രസിച്ചിരുന്നു. പിന്നീട് മധുച്ചേട്ടൻ റബ്ബർ ടെക്നോളജി പഠിക്കുന്നു. രാജൻ ചേട്ടനും ബാബുച്ചേട്ടനും ആൻഡമാനിൽ ജോലിയിലാണ്. പ്രഭചേച്ചിയുടെ വിവാഹം ഇലന്തൂർ വിജയഭവനിൽ ജയകൃഷ്ണൻ ചേട്ടനുമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇലന്തൂർ വടക്കും ഭാഗം തറവാട്. ഇലന്തൂർ ദേശത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന തറവാടാണ്. അറയും നിറയും ഒക്കെയുള്ള ഒരു വലിയ തറവാടാണ് വടക്കും ഭാഗം. നീളത്തിലാണ് ആ വീടുള്ളത്. ആ തറവാടിൻ്റെ മുറ്റത്തിന് അങ്ങേയറ്റമായി റോഡിൻ്റെ അടുത്തായിട്ടൊരു വലിയ ആർച്ച് നിൽപ്പുണ്ട്. അത് വളരെ പ്രൗഢി വിളിച്ചോതുന്നുണ്ട് ആ തറവാടിൻ്റെ. ആ പഴയ കാലങ്ങളിലെ ആർച്ച് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. വടക്കുംഭാഗം തറവാടിൻ്റെ കാരണവരാണ് ശ്രീ നാരായണൻ വൈദ്യൻ. പാർവതി ആണ് ശ്രീ നാരായണൻ വൈദ്യൻ്റെ സഹധർമ്മിണി. ആറന്മുളയ്ക്കടുത്ത് കാഞ്ഞിരവേലിക്കാരിയാണ് പാർവതി. ഈ നാരായണൻ പാർവതി ദമ്പതികൾക്ക് 5 മക്കളാണ്. 4 ആണും 1 പെണ്ണും. മൂത്താൾ രാമകൃഷ്ണൻ, രണ്ടാമത്തത് ജാനകി, മൂന്നാമത്തത് ഗോപാലൻ, നാലാമത്തത് തങ്കപ്പൻ, അഞ്ചാമത്തത് കുട്ടൻ. ഇതിൽ മൂത്ത ആളായ രാമകൃഷ്ണനെയാണ് നാണുവൈദ്യൻ തൻ്റെ മൂത്ത മകളായ
അമ്മിണിയെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വടക്കൻ ഭാഗം നാരായണൻ മകൻ രാമകൃഷ്ണൻ എന്ന VN രാമകൃഷ്ണൻ, അദ്ദേഹം അധ്യാപകനാണ്, ഹെഡ് മാസ്റ്ററാണ് ഇലന്തൂർ സ്കൂളിൽ. അദ്ദേഹത്തിൻ്റെയും അമ്മിണി അപ്പച്ചിയും അതേ സ്കൂളിൻ്റെ അധ്യാപികയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും മക്കളാണ് രാമകൃഷ്ണൻ. അവർക്ക് 3 മക്കളാണ്. മൂത്തത് ശാന്ത ചേച്ചി, ശാന്തകുമാരി ടീച്ചറാണ്, കായംകുളത്ത് വിവാഹിതയാണ്. ഭർത്താവ് കായംകുളത്തെ പ്രശസ്തമായ ഗോവിന്ദൻ വൈദ്യൻ്റെ മകൻ ഗോപാലകൃഷ്ണൻ ചേട്ടൻ അവിടെ SG ഫാർമസി എന്നൊരു വലിയ സ്ഥാപനമൊക്കെ ഉണ്ട്. അപ്പം ശാന്ത ചേച്ചിക്കും ഗോപാലകൃഷ്ണൻ ചേട്ടനും 2 മക്കളുണ്ട്, ഉഷ, ഉണ്ണി. അങ്ങനെ രണ്ടാമത്തതാണ് ജയകൃഷ്ണൻ എന്ന് വിളിപ്പേര്. അപ്പോൾ ആ ജയകൃഷ്ണനുമായിട്ടാണ് പ്രഭ ചേച്ചിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. ഏറ്റവും ഇളയത് വിജയകൃഷ്ണൻ, ഞങ്ങൾ ജോയി എന്ന് വിളിക്കും. അദ്ദേഹം ഹോമിയോ ഡോക്ടറാണ്. ഈ മല്ലപ്പള്ളി കുന്നത്തിവിടെ ഒരു 3 കെട്ട് തറവാടാണ്. വിവാഹ നിശ്ചയത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നു. വിവാഹ നിശ്ചയത്തിന് വേണ്ടി പന്തലിടുന്നു. 3 കെട്ടിൻ്റെ നടുമുറ്റം നമ്മുടെ ഈ പന്തൽ ഒരുങ്ങിയിരിക്കുകയാണ്. അന്ന് നമ്മുടെ ഓല കൊണ്ടുള്ള പന്തലാണ്. എൻ്റെ അച്ഛൻ ജോലിസ്ഥലമായ പൂനെയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ തൊട്ട് താഴെയുള്ള കുട്ടൻപിള്ള ചേട്ടൻ്റെ പീടികയിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങുക. നമ്മുടെ വീട്ടിലെ ജോലികൾ സഹായിക്കാനായിട്ട് കുഞ്ഞമ്മ, കുട്ടിച്ചായൻ, അവരുടെ മകളായ ലീല ചേച്ചി, അങ്ങനെ എല്ലാവരും ഉണ്ട്. സംഭവ ബഹുലമാണ് അവിടെ, അടുക്കള ഒരുങ്ങുന്നവിടെ. പണ്ട് കാലത്ത് നമ്മൾ ഈ വിവാഹമോ നിശ്ചയമോ എന്തോ ആവട്ടെ കാര്യങ്ങൾക്ക് മുറുക്കാൻ ഒരു പാത്രത്തിൽ മുറുക്കാൻ കൊണ്ട് വയ്ക്കുന്നു, പിന്നെ ഒരു പാത്രത്തിൽ സിഗരറ്റ് വയ്ക്കുന്നു, അത്യാവശ്യക്കാർക്ക് ബീഡി, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതുപോലെ നടക്കുന്നുണ്ട്. ഇലന്തൂരിൽ നിന്ന് വന്ന വരൻ്റെ ആൾക്കാരെ അങ്ങ് താഴെ, ഞങ്ങളുടെ പറമ്പിൻ്റെ താഴെയാണ് റോഡ്, അവിടെ നിന്ന് അവർ ജീപ്പിലാണ് വന്നിരിക്കുന്നത്. അവരെ സ്വീകരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ കാരണന്മാരെല്ലാം അവിടെ കൂടി ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു. നിശ്ചയാനന്തരം എൻ്റെ അച്ഛൻ പെരുമ്പാവൂർ പുല്ലുവഴി ജയകേരളം ഹൈസ്കൂളിലേക്ക് പോയി. അടുത്ത സ്കൂൾ വർഷം മുതൽ എന്നെ അവിടെ ഹോസ്റ്റലിൽ താമസിപ്പിക്കാനാണ് പദ്ധതി. പുല്ലുവഴിയിൽ നിന്ന് തിരിച്ചു വന്ന അച്ഛൻ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു ദിവസം എന്നെ കാണണമെന്ന് അവിടുത്തെ സ്കൂൾ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരം കുട്ടപ്പൻ പരപ്പൻ തന്നെ വന്ന് ഞാനും കുട്ടപ്പൻ പരപ്പനും കൂടെ ഒരു ദിവസം പുല്ലുവഴി ജയകേരളത്തിൽ പോയി അവിടുത്തെ വാർഡന്മാരെ കണ്ടു. അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത സ്കൂൾ തുറക്കുന്നതിന് പിറ്റേ ദിവസം ഇവിടെ കൊണ്ടുവന്നാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെയാണ് അത് നടന്നത്. വിവാഹം മംഗളമായി നടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മൂമ്മയെ, നാണിയമ്മ എന്ന എൻ്റെ അമ്മൂമ്മയെ തകഴിയിലുള്ള എൻ്റെ അച്ഛൻ്റെ മൂന്നാമത്തെ ജ്യേഷ്ഠനായ നാരായണ പരപ്പിൻ്റെ അവിടെ താമസമാണ്, അവിടെ കൊണ്ടാക്കി. പക്ഷേ അത് എന്നേക്കുമായി എൻ്റെ അമ്മൂമ്മയും അമ്മൂമ്മയുടെ ഭർത്താവ് നാണുവൈദ്യരും കഷ്ടപ്പെടുണ്ടാക്കിയ ആ തറവാട്ടിൽ നിന്നുള്ള ഒരു ഒടുക്കത്തെ ഇറങ്ങിപ്പോക്കാകുമെന്ന് അമ്മൂമ്മ കരുതിയിരുന്നില്ല. പാവം അമ്മൂമ്മ അതൊന്നും അറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ എന്നെ പുല്ലുവഴി ഹോസ്റ്റലിലുമാക്കി. എൻ്റെ അമ്മ അച്ഛനോടൊപ്പം പൂനെയിലേക്ക് പോയി. ഈ കഥയുടെ ശീർഷകത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തുടക്കവും ഒടുക്കവും. എന്തിൻ്റെ തുടക്കം, എന്തിൻ്റെ ഉടക്കം എന്ന് ഞാൻ വ്യക്തമാക്കാം. പ്രഭചേച്ചിയും ജയൻചേട്ടനും ഒരു ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിച്ചപ്പോൾ കുന്നത്ത് വിടുന്ന തറവാട് അതിൻ്റെ ഒടുക്കം തുടങ്ങുകയായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബൈജു മല്ലപ്പള്ളി.